നമസ്കാരം. തിരുവാരൂരിൽ പിറന്നാൽ മുക്തി, കാശിയിൽ മരിച്ചാൽ മുക്തി, കാഞ്ചീപുരത്ത് ജീവിച്ചാൽ മുക്തി, തിരുമുല്ലവായിൽ മഹാത്മ്യം കേട്ടാലേ മുക്തി എന്നൊരു തമിഴ് പഴമൊഴിയുണ്ട്. വട തിരുമുല്ലവായിൽ എന്നറിയപ്പെടുന്ന ആ ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு കൊടിയുടെ നായകി സമേത മാസിലാമണീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ചെന്നൈ ജില്ലയിൽ അമ്പത്തൂരിനടുത്ത് തിരുമുല്ലവായിൽ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, മാസിലാമണീശ്വരർ, നിർമ്മലമണീശ്വരർ, പശുപതീശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, കൊടിയുടെ നായകി, കൊടിയുടെ അമ്മൻ, ലതാമതി അമ്പാൾ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും ഇതൊരു മുക്തി അരുളുന്ന ക്ഷേത്രമാണ്. തൊണ്ടൈനാട്ട് ശിവസ്ഥലങ്ങളിൽ 22ാമത്തേതും തമിഴ്നാട്ടിലെ പ്രശസ്ത ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 255ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ സുന്ദരമൂർത്തി നായനാർ ഇവിടുത്തെ മൂലവരെപ്പറ്റി പതികവും തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഇവിടുത്തെ മുരുകനെപ്പറ്റി തിരുപ്പുകഴിലും പാടിയിട്ടുണ്ട്. ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ഇന്ദ്രനെ പിരിഞ്ഞ ഇന്ദ്രാണി ഇവിടെ ഭഗവാനെ പൂജിച്ച് പതിയോട് ചേർന്നു. ലവകുശന്മാരുടെ ബ്രഹ്മഹത്യാദോഷം നീക്കിയ സ്ഥലമാണിത്. ഐരാവതം ഇവിടത്തെ മൂലവരെ പൂജിച്ച് പാപങ്ങൾ മാറ്റി. ചിത്രധർമ്മനും ശംഭുദാസനും ഇവിടെ ഭഗവാനെ പൂജിച്ച് സദ്ഗതി അടഞ്ഞു. സൂര്യൻ തന്റെ പത്നിമാരോടൊപ്പം ഇവിടെ ശിവഭഗവാനെ പൂജിച്ചു. മഹാവിഷ്ണു തന്റെ പത്നിമാരോടൊപ്പം ഇവിടെ ഭഗവാന് വഴിപാടുകൾ ചെയ്തിട്ടുണ്ട്. വസിഷ്ഠ മഹർഷി ഇവിടെയുള്ള മൂലവരെ പൂജിച്ചാണ് കാമധേനുവിനെ ലഭിച്ചത്. ശ്രീകൃഷ്ണനും അർജുനനും ദ്വാപരയുഗത്തിൽ ഇവിടെ ഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. നൈമിഷാരണ്യ മുനിമാർ ഈ ക്ഷേത്രമാഹാത്മ്യം ശ്രവിച്ച് വളരെയധികം സത്ഫലങ്ങൾ സിദ്ധിച്ചതായും പറയപ്പെടുന്നു. ബ്രഹ്മദേവൻ ഇവിടെ മാസിലാമണീശ്വരർക്ക് ബ്രഹ്മോത്സവം നടത്തിയതായും ഐതിഹ്യമുണ്ട്. തിരുമുല്ലവായിൽ എന്ന പ്രദേശം തമിഴ്നാട്ടിൽ രണ്ടിടത്തുണ്ട്. സീർഗാഴിക്കടുത്തുള്ള തിരുമുല്ലവായിൽ തെൻ തിരുമുല്ലവായിൽ എന്നും ഇവിടെ ചെന്നൈക്കടുത്തുള്ള തിരുമുല്ലവായിൽ വട തിരുമുല്ലവായിൽ എന്നും അറിയപ്പെടുന്നു. മുല്ലച്ചെടി ശിവഭഗവാനെ പൂജിച്ച ഐതിഹ്യത്താൽ തിരുമുല്ലവായിൽ എന്ന സ്ഥലനാമം വന്നിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഇച്ഛ, ക്രിയ, ജ്ഞാനശക്തി ക്ഷേത്രങ്ങളിൽ ഇത് ക്രിയാശക്തി ക്ഷേത്രം. മേലൂർ തിരുവുടയമ്മൻ ഇച്ഛാശക്തിയായും തിരുവൊற்றிയൂർ വടിവുടയമ്മൻ ജ്ഞാനശക്തിയായും തിരുമുല്ലവായിൽ കൊടിയുടയമ്മൻ ക്രിയാശക്തിയായും വിളങ്ങുന്നു. പൗർണമിയും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിനങ്ങളിൽ രാവിലെ തിരുവുടയമ്മനെയും മധ്യാഹ്നം വടിവുടയമ്മനെയും സായാഹ്നം കൊടിയുടയമ്മനെയും ദർശിച്ചാൽ കാശി രാമേശ്വരൻ ദർശിച്ച ഫലമാണെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പകാരണ്യമായിരുന്ന ഈ പ്രദേശത്ത് ഭൈരവ ഉപാസന ശീലിച്ചിരുന്ന ഓണൻ, വാണൻ എന്ന 2 കുറുമ്പർ വംശ രാജാക്കന്മാർ ഇവിടെ തപം ചെയ്യുകയായിരുന്ന മുനിമാരെയും ജനങ്ങളെയും ഉപദ്രവിച്ചു വന്നു. കാഞ്ചീപുരം തലസ്ഥാനമാക്കി ഭരിച്ചിരുന്ന തൊണ്ടൈമാൻ രാജാവ് തന്റെ പടയോടൊപ്പം അവരെ വിരട്ടാൻ പോയി തോറ്റു പിൻവാങ്ങി. തിരിച്ച് കാട്ടിലൂടെ വരുമ്പോൾ രാജാവിന്റെ ആനയുടെ കാൽ മുല്ലവള്ളികൾക്കിടയിൽ കുടുങ്ങി. ആനയുടെ പുറത്ത് ഇരുന്നപടി മന്നൻ തന്റെ വാളെടുത്ത് മുല്ലവള്ളികളെ വെട്ടിയൊതുക്കി ആനയ്ക്ക് വഴിയൊരുക്കി. ആ സമയം മുല്ലവള്ളികൾക്കിടയിലൂടെ രക്തം ഒഴുകുന്നത് കണ്ട് പരിഭ്രമിച്ച മന്നൻ താഴെ ഇറങ്ങി മുല്ലച്ചെടികൾ വകഞ്ഞു മാറ്റിയപ്പോൾ ഒരു ശിവലിംഗം വെട്ടേറ്റ് ചോര ഒഴുകുന്നത് കണ്ടു. ശിവഭഗവാന്റെ വടിവമായ ശിവലിംഗത്തെ വെട്ടിയ തെറ്റിൽ മനംനൊന്ത തൊണ്ടൈമാൻ രാജാവ് വാളുകൊണ്ട് സ്വയം ജീവനെടുക്കാൻ ഒരുങ്ങി. അതുകണ്ട് അമ്പാളെ കൂട്ടാതെ ധൃതിയിൽ വന്ന ശിവഭഗവാൻ മന്നനെ തടുത്ത് ഇപ്രകാരം പറഞ്ഞു: വെട്ടുതട്ടിയതാണെങ്കിലും അഴുക്കില്ലാത്ത നിർമ്മല മണിയായി ഈ ശിവലിംഗം വിളങ്ങും. അപ്പോഴേക്കും അവിടെ എത്തിയ അമ്പാൾ ഭഗവാന്റെ വലതുഭാഗത്ത് കുടികൊണ്ടു. പിന്നീട് ശിവഭഗവാൻ നന്ദിയോട് തൊണ്ടൈമാൻ രാജാവിനൊപ്പം കുറുമ്പർ രാജാക്കന്മാരെ എതിർക്കാൻ കൂടെ പോകാൻ നിർദ്ദേശിച്ചു. അപ്രകാരം നന്ദി തൊണ്ടൈമാൻ രാജാവിനൊപ്പം പോയി കുറുമ്പന്മാരെ വിജയിച്ച് അവരുടെ കോട്ടകൊത്തളങ്ങൾ നശിപ്പിച്ചു. അവിടെ നിന്നും മന്നൻ അവരുടെ കോട്ടയിലുണ്ടായിരുന്ന 2 വെള്ളരിക്കിൻ തൂണുകൾ എടുത്തുകൊണ്ടുവന്നു. പിന്നീട് തൊണ്ടൈമാൻ രാജാവ് ഈ സ്വയംഭൂ ശിവലിംഗത്തിന് കോവിൽ നിർമ്മിച്ചു. ഭഗവാന്റെ ഗർഭഗൃഹത്തിന് മുന്നിൽ ഇന്നും ആ 2 വെള്ളരിക്കൻ തൂണുകൾ ഭക്തർക്ക് ദർശിക്കാം. നന്ദി മന്നനോടൊപ്പം കുറുമ്പന്മാരെ നശിപ്പിക്കാൻ പോയ ഐതിഹ്യത്തിനാൽ മൂലസ്ഥാനത്തിന് പുറംതിരിഞ്ഞ് പുറത്തേക്ക് കിഴക്ക് നോക്കിയാണ് നന്ദിദേവന്റെ പ്രതിഷ്ഠ. പൗർണമി, അമാവാസി, കാർത്തിക, പ്രദോഷം എന്നീ നാളുകൾ ഒഴിച്ച് മറ്റ് ദിവസങ്ങളിൽ ഇവിടെയുള്ള നന്ദിദേവന് പൂജ ചെയ്ത് ചാർത്തിയ മാല അണിഞ്ഞാൽ വിവാഹ തടസ്സവും സന്താന തടസ്സവും മാറുമെന്നാണ് വിശ്വാസം. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും തെക്കിൽ 5 നില രാജഗോപുരത്തോടെ കാണപ്പെടുന്ന മാസിലാമണീശ്വരർ തിരുക്കോവിൽ തൊണ്ടൈമാൻ രാജാവ് നിർമ്മിച്ചതായിരിക്കാമെന്നാണ് അനുമാനം. പിന്നീട് ചോഴരും പാണ്ഡ്യരും വിജയനഗര സാമ്രാജ്യ അധിപതികളും ക്ഷേത്രത്തിന് അവരുടേതായ രീതിയിൽ തിരുപ്പണികൾ നടത്തിയിട്ടുണ്ട്. 23 ശിലാഫലകങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്നും ചരിത്രകാരന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് കിഴക്കിൽ വാതിലുണ്ടെങ്കിലും അത് എപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഗോപുരവാതിൽ വഴിയാണ് ഭക്തർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. കിഴക്കിലുള്ള ബലിപീഠം, ധ്വജസ്തംഭം, ഋഷഭവാഹനം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ഗജപൃഷ്ഠ വിമാനത്തിന് കീഴിൽ മൂലവർ ശ്രീപരമേശ്വരൻ, മാസിലാമണീശ്വരർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു.
തമിഴിൽ മാസ് എന്നാൽ കറ, അഴുക്ക്, കുറ്റം എന്നാണ് അർത്ഥം. യാതൊരു കുറ്റവുമില്ലാത്ത ശുദ്ധമായ രത്നം പോലെയാണ് ഇവിടെ ഭഗവാൻ. അതിനാൽ ഭഗവാന്റെ നാമം മാസിലാമണീശ്വരർ എന്നായി. സ്വല്പം ഉയരത്തിലുള്ള ഈ സ്വയംഭൂ ശിവലിംഗത്തിന്റെ ശിരസിൽ വെട്ടുതട്ടിയ അടയാളമുണ്ട്. ഈ മുറിവ് കുളിർമയാക്കും വിധം ഉത്തരകോശമംഗിയിലെ മർദ്ദക നടരാജർക്ക് ചാർത്തുന്നത് പോലെ വർഷം മുഴുവനും ചന്ദനക്കാപ്പ് ചാർത്തിയാണ് മൂലവർ വിഗ്രഹം വെച്ചിരിക്കുന്നത്. വർഷത്തിൽ ഒരു നാൾ, അതായത് ചിത്തിരമാസം ചതയ നക്ഷത്രത്തിൽ മാത്രം ചന്ദനക്കാപ്പ് മാറ്റുന്നു. അന്നേ ദിവസം ഭക്തർക്ക് ഭഗവാന്റെ തിരുമേനി ചന്ദനക്കാപ്പില്ലാതെ ദർശിക്കാം. ശിവലിംഗപീഠം ചതുരത്തിലാണ്. ഭഗവാനെ ചന്ദനക്കാപ്പില്ലാതെ ദർശിക്കുന്നത് സർവ്വ പാപങ്ങളും നീക്കി മുക്തി അരുളും എന്നാണ് വിശ്വാസം. ഇവിടെ മൂലവർക്ക് അഭിഷേകമില്ല. പകരം ഒരു പാദരസലിംഗം വെച്ച് അതിനാണ് എല്ലാ അഭിഷേകങ്ങളും നടത്തുന്നത്. നേർച്ച നിറവേറിയ ഭക്തർ ഇവിടെ ഭഗവാന് ചന്ദനക്കാപ്പ് അലങ്കാരം വഴിപാട് ചെയ്യുന്നു. മാസിലാമണീശ്വരർ ക്ഷേത്ര മാഹാത്മ്യത്തെപ്പറ്റി കേട്ടാലേ മുക്തി എന്നതാണ് വിശ്വാസം. ദേവി കൊടിയുടെ അമ്മൻ തനിസന്നിധിയിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. വള്ളിച്ചെടി പോലെയുള്ള ഇടുപ്പ് അഴകുള്ളവൾ എന്നതാണ് ഈ നാമത്തിനർത്ഥം. പൗർണമിയും വെള്ളിയാഴ്ചകളിലും ദേവിയെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ പാപങ്ങൾ തീരും എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളല്ലാതെ നർത്തന വിനായകർ, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, ദുർഗ, ചണ്ഡികേശ്വരർ, വീരഭദ്രർ, നാഗദേവതകൾ, നാൽവർ, മഹാലക്ഷ്മി, തില്ലേവാഴ അന്തണർ, തിരുനീലകണ്ഠർ, മെയ്പ്പൊരുൾ നായനാർ, കുങ്കിലിയ നായനാർ, ദണ്ഡിയടികൾ, സോമാസിമാരാർ, ഇടങ്കഴിയർ, വള്ളിദേവിയാനി സമേത സുബ്രഹ്മണ്യർ, ബാലമുരുകൻ, ഭൈരവർ, വൃഷഭാരൂഢർ, നടരാജർ, ശിവഗാമി അമ്മൻ, പിച്ചാടനർ, ലവകുശപുരീശ്വരർ, ചോഴപുരീശ്വരർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം മുല്ലച്ചെടി. ക്ഷേത്രതീർത്ഥം കല്യാണതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള രണ്ടുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി ബ്രഹ്മോത്സവം, ആരുദ്ര ദർശനം, മഹാശിവരാത്രി, തൃക്കാർത്തിക, വസന്തോത്സവം, ചിത്തിര ചതയ നക്ഷത്രം, പൗർണമി, അമാവാസി, പ്രദോഷം എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാനം. പൂജാസമയം രാവിലെ 6:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ അമ്പത്തൂരിൽ നിന്ന് 4.5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുമുല്ലവായിൽ, ആവടി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.